കരുവന്നൂർ ബാങ്കിന്റെ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധിയും പ്രശ്നങ്ങളും പുറത്തു കൊണ്ടുവന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ഒരാളാണ് ജോഷി മാപ്രാണം. അദ്ദേഹം ഇപ്പോൾ ഷർട്ട് ഊരി പ്രതിഷേധിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, 60 ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കളുടെയും 60 ലക്ഷത്തോളം രൂപ ലഭിക്കാനുണ്ട്. ഇതുവരെയായിട്ടും പണം നൽകാൻ ബാങ്ക് തയ്യാറായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര നാളായി ഇതിനുവേണ്ടി നടക്കുന്നത്? 3.5 വർഷമായി. 1.5 വർഷം, 1 വർഷം കഴിഞ്ഞപ്പോഴാണ് എന്നോട് ഇവിടുത്തെ ലോക്കൽ നേതാക്കൾ പറഞ്ഞത്, ഏരിയ നേതാക്കൾ പറഞ്ഞത്, ഹൈക്കോടതിയിൽ കേസ് കൊടുക്കും. അഡ്മിനിസ്ട്രേറ്റർ ഏരിയ നേതാവ് വിളിച്ചിട്ട് 3 തവണ ഫോൺ എടുത്തില്ല. ഇനി അയാൾക്കെതിരെ ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതിയിൽ പോയി 1.5 വർഷം ഞാൻ വെയിറ്റ് ചെയ്തു. 1.5 വർഷമായിട്ടും എനിക്കെതിരെ വാദിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ വക്കീലാണ്. കൂടെ എന്നുവെച്ചാൽ നിക്ഷേപകനെതിരെ വാദിക്കുന്നത് ഞാൻ വേറെ ബാങ്ക് പൊളിക്കണമെന്നൊന്നുമല്ല പറഞ്ഞത്. എൻ്റെ നിക്ഷേപം തരുമെന്ന് പറഞ്ഞപ്പോൾ നിക്ഷേപകനെതിരെ വാദിച്ച സംസ്ഥാന സർക്കാരാണ്. അത് എന്തിനാണ് അത് ചെയ്തത്? കരുവന്നൂർ ബാങ്കിൻ്റെ വക്കീൽ സമയം തരുമെന്നല്ല പറഞ്ഞത്, ജോഷിക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല എന്നാണ് കരുവന്നൂർ ബാങ്കിൻ്റെ വക്കീൽ വാദിച്ചത്. ജോഷിയുടെ പൈസ എത്ര തന്നിട്ടുണ്ട്? എൻ്റെ പേരിൽ ഉണ്ടായിരുന്ന നിക്ഷേപങ്ങൾ 28 ലക്ഷം രൂപയാണ് ജനുവരി 30-ന് ദയാവധം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനും പരാതി അയച്ചപ്പോഴാണ് 28 ലക്ഷം രൂപ ജനുവരി 30-ന് രാത്രി 9:30-ക്കാണ് തന്നത്. അതുവരെ വലിച്ച് നീട്ടി എന്നെ പീഡിപ്പിച്ചു. ഞാൻ കുറേ സർജറി കഴിഞ്ഞിരിക്കുന്ന മനുഷ്യനാണ്. എൻ്റെ മരുന്ന് സമയമുണ്ട്, ഭക്ഷണത്തിന് സമയമുണ്ട്. വൈകിട്ട് 7-ന് മുന്നേ ഞാനപ്പോൾ വീഴാറായ സമയത്താണ് വൈകുന്നേരം 9:30 നേരത്തെ വരെ എനിക്ക് എൻ്റെ പേരിലുള്ള നിക്ഷേപം. ചർച്ച ഇന്ന് ആരായിട്ട് സംസാരിച്ചത്? ഇവിടെ ഇന്ന് കരുവന്നൂർ ബാങ്കിൻ്റെ ആരുമായിട്ടല്ല, കരുവന്നൂർ ബാങ്കിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന കേരള ബാങ്കിൻ്റെ ആളെന്ന് പരിചയപ്പെടുത്തിയ രാജേഷ് എന്ന് പറഞ്ഞ ഒരു കക്ഷിയായിട്ടാണ് സംസാരിച്ചത്. എന്താണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്തത്? ആള് ഇപ്പോഴും ഒഴിവൊഴിവുകളാണ് പറയുന്നത്. കൃത്യമായിട്ടൊരു മറുപടി അയാളുടെ ഭാഗത്തുനിന്ന് ഇല്ല. ആരൊക്കെയാണ് പൈസ കിട്ടാനുള്ളതിനിപ്പോൾ? എൻ്റെ സഹോദരിയുടെ പേരിലുണ്ട്, അവരുടെ മകളുടെ പേരിലുണ്ട്, ഭാര്യയുടെ പേരിലുണ്ട്, എൻ്റെ ഭാര്യയുടെ അമ്മയുടെ പേരിലുണ്ട്. എല്ലാവരും കൂടി എത്ര രൂപയുണ്ട്? ഇനി 60 ലക്ഷം രൂപ പ്ലസ് ഉണ്ട് എൻ്റെ കണക്കിൽ. ഇവരുണ്ടാക്കുന്ന ഈ മുച്ചീട്ട് കളി കണക്കിൽ അതുണ്ടാവില്ല. മര്യാദയ്ക്ക് ഉള്ളൊരു സോഫ്റ്റ്വെയർ ഇല്ല. ഏത് പാതിരാക്കും പണം പിൻവലിക്കാവുന്ന, രാത്രി 9:30-ക്ക് പണം പിൻവലിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ. ഇനിയിപ്പോൾ എന്താണ് ജോഷിയേട്ടൻ ചെയ്യാൻ പോകുന്നത് ഈ വിഷയത്തിൽ? കണ്ടറിയാവുന്നേ ജനാധിപത്യ ഇന്ത്യയിൽ പൗരന് ഒരുപാട് വഴികളുണ്ട് പ്രതിഷേധിക്കാനായിട്ട്. ഇവരെ പരമാധികാരികളൊന്നുമല്ല. 2012 തൊട്ടിട്ടുള്ള പൈസ ഉണ്ട്. പലിശ അടക്കാണ് 60 ലക്ഷം. പലിശ അടക്കം ഇനി 60 ലക്ഷം രൂപ ബാക്കിയുണ്ട്. ഇവിടെ സമീപിച്ചാൽ കാര്യം നടക്കുമെന്ന് ഉറപ്പുണ്ടോ? അവർക്ക് നിലനിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കത് തീർക്കാം. അവർ 5 ലക്ഷം വെച്ച് ഓരോ ഘട്ടത്തിലും എടുക്കാൻ പറഞ്ഞിരുന്നു. അല്ലല്ല, ആകെ 5 ലക്ഷം രൂപ മെയ് മാസത്തിൽ തരാമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ നടക്കില്ല, എൻ്റെ ആവശ്യങ്ങൾ തീരില്ല. എന്നെ വട്ടിപ്പലിശക്കാരുടെ കിണിയിലേക്ക്, ഞാനൊരു 12 വർഷം മുന്നേ വട്ടിപ്പലിശ കണിയിലായിരുന്നു. അത് കഴിഞ്ഞ് കെണിയിലേക്ക് തള്ളിയിട്ടുള്ളത് ഇവരാണ്. എൻ്റെ ആവശ്യങ്ങൾ നടക്കാതെ വീണ്ടും ഞാൻ വട്ടിപ്പലിശക്കാരുടെ അടുത്തേക്ക് എത്തേണ്ടി വന്നു. ഇനി നിയമ നടപടിയും അതുപോലെ തന്നെ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകില്ല. ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ജനാധിപത്യ ഇന്ത്യയിൽ പ്രതികരിക്കാനായിട്ടും പ്രതിരോധിക്കാനായിട്ടും സ്വയം കവച്ചു വെക്കാനായിട്ടും ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ജോഷിയേട്ടനെ പോലെ പലരും ഉണ്ടാവില്ല, ഇതുപോലെ ഒരുപാട് പേരുണ്ടാവില്ല പൈസ കിട്ടുന്നത്. പ്രതിരോധ ശേഷി കുറഞ്ഞ കുറേ ബ്രോയിലർ കുഞ്ഞുങ്ങളുണ്ടാവാം, അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരുപാട് പേരുണ്ട്. ഇനിയും നാക്കനക്കാനായിട്ട് മടിച്ചിട്ട് നടുവളഞ്ഞു നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇനിയുണ്ട്, ഭയന്നിട്ടാണ്. ഏതായാലും കരുവന്നൂരിൽ വീണ്ടും ഒരു സമരം അതുപോലെ തന്നെ പ്രതിഷേധത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. 60 ലക്ഷം രൂപയാണ് ജോഷി മാപ്രാണത്തിന് ലഭിക്കാനുള്ളത്. പക്ഷേ ഇതുവരെയും ആ പണം തിരികെ നൽകാൻ, അതിന് എന്ന് നൽകുമെന്നൊരു ഉറപ്പ് പോലും നൽകാത്ത സ്ഥിതിയാണ് കരുവന്നൂർ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നതാണ് ജോഷി മാപ്രാണം പറയുന്നത്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ, തൃശ്ശൂർ.